ചാനൽ. ഇന്ന് വീട്ടിനകത്ത് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ സിമെൻറ്റ് ചട്ടിയാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ സ്പെഷ്യാലിറ്റി വന്ന് ഞാൻ കല്ലുമ്മക്കാടെ തോട് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കല്ലുമ്മക്കാടെ തോടില്ലെങ്കിൽ കക്കാത്തോട്, ഷെൽസ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഫോർ എ ചേഞ്ച്. ആദ്യം നമുക്ക് ഇതിന് സിമെൻറ്റും മണ്ണും കുഴയ്ക്കാം. സിമെൻറ്റ് 1 കപ്പാണെങ്കിൽ അതിൻ്റെ 3 കപ്പ് മണലെടുക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഏതെങ്കിലും പഴയ എണ്ണ അല്ലെങ്കിൽ ഏതെണ്ണ ആയാലും കുഴപ്പമില്ല, നമ്മൾ മോൾഡാക്കി യൂസ് ചെയ്യുന്ന പാത്രത്തിനകത്തും തേക്കണം നല്ലോണം. പിന്നെ നടുക്ക് വെക്കാനുള്ള യൂസ് ചെയ്യുന്ന പാത്രത്തിന് നല്ലോണം പുറത്ത് തേക്കണം. പിന്നെ നമ്മൾ വെള്ളം പോകാൻ ഒരു ട്യൂബ് വെക്കുന്നുണ്ട് താഴെ. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് അതെടുത്ത് കളയും. വെള്ളം ഒഴിക്കുമ്പോൾ ഡ്രെയിൻ ചെയ്യാനായിട്ടൊരു ട്യൂബ്, അതിൻ്റെ ചുറ്റിനും തേക്കണം എണ്ണ. പാത്രത്തിൻ്റെ നടുക്കായിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് പൈപ്പ് വെക്കണം. എന്നിട്ട് അതിന് ചുറ്റും നമ്മൾ കുഴച്ച് വെച്ച് സിമെൻറ്റ് ഇടണം. ഈ പൈപ്പിൻ്റെ ലെവലിൽ നിൽക്കണം ആ സിമെൻറ്റ്. ആ ബക്കറ്റ് ശരിക്കും നിൽക്കുന്നെങ്കിൽ ഒന്നെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് കല്ലുമ്മക്കായ് തോട് അത് കഴുകി ഉണക്കിയത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നല്ല കക്കാത്തോട് എന്തെങ്കിലും അങ്ങനെ ഉള്ളത്, ഏതെങ്കിലും ഷെൽ വെച്ചാലും മതി. ചുറ്റും ഞാൻ ഈ വെക്കുന്ന പോലെ അടുക്കി വെക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ സിമെൻറ്റ് ഇട്ട് നിറയ്ക്കും. പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്ത് സെൻറ്ററിൽ വെച്ചിട്ട് അതിന് ചുറ്റിനും സിമെൻ്റ് ഇട്ട് നിറയ്ക്കണം. നിറച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ആ മോൾഡിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് തട്ടിക്കൊടുക്കണം. ഒരുപാട് തട്ടരുത്, ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്ത് എല്ലാം ഒന്ന് ലെവലായി സെറ്റായി വരും. ഈ ചട്ടി ഇനി ഒരു 12 മണിക്കൂർ നമ്മൾ ഉണങ്ങാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഡീമോൾഡ് ചെയ്യും. ബക്കറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് കല്ലിട്ട് കൊടുക്കണം. ഉണങ്ങിക്കഴിഞ്ഞ് ആ പാത്രത്തിൽ നിന്ന് പതുക്കെ സിമെൻറ്റ് ചട്ടി വെളിയിലെടുക്കണം. എന്നിട്ടത് വെള്ളത്തിൽ ഒരു 2-3 ദിവസം സിമെൻറ്റ് ചട്ടി കുതിരാനിടണം. അത് അന്നേരം നല്ല ബലം വരും, സ്ട്രോങ് ആയിട്ടിരിക്കും. കുറച്ച് സിമെൻറ്റ് കക്കയുടെ ഇടയിലൊക്കെ കയറിയിട്ടുണ്ട്, സാരമില്ല. അടുത്തതായി നമ്മൾ കല്ലുമ്മക്കായ് വെച്ച് ചെയ്ത ചട്ടിയാണ് എടുക്കുന്നത്. അതിൻ്റെ ഷെൽ വെച്ച് ചെയ്ത ചട്ടി അത് നല്ലപോലെ സാൻഡ് പേപ്പർ ഇട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കാം. എന്നിട്ട് എമൽഷൻ പെയിൻറ്റ്, വീടിൻ്റെ വെളിയിലൊക്കെ അടിക്കുന്ന ആ പെയിൻറ്റ്, വൈറ്റ് പെയിൻറ്റാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഏത് പെയിൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. വൈറ്റ് സിമെൻറ്റ് ഉണങ്ങിയാലുടൻ നമുക്ക് ക്ലിയർ വാർണിഷ് ആ ഷെൽസിൽ അടിച്ചു കൊടുക്കാം. നല്ലൊരു ഷൈൻ കിട്ടും. കുറച്ച് മണ്ണും സിമെൻറ്റും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ചട്ടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാമല്ലോ. ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.